മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിച്ച് കൂട്ട അവധിയെടുത്ത ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയെടുത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് രംഗത്തെത്തി. മെഡിക്കൽ ലീവ് എടുത്ത് ജോലിക്ക് എത്താതിരുന്നവർക്ക് പിരിച്ചുവിടൽ നോട്ടീസാണ് നൽകിയത്. അപ്രതീക്ഷിത അവധിയെടുത്തത് ബോധപൂർവമാണെന്നതാണ് കമ്പനിയുടെ വിലയിരുത്തൽ. കൂട്ടത്തോടെ മെഡിക്കൽ ലീവ് എടുത്തത് ആസൂത്രിതമായാണെന്നും ക്യാബിൻ ക്രൂവിന് നൽകിയ പിരിച്ചുവിടൽ കത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കിയിരുന്നു. കേരള സെക്ടറിൽ 6 ജീവനക്കാർക്കാണ് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സമരത്തെ തുടർന്ന് ഇന്നും കണ്ണൂരിൽ നിന്ന് 4 വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. അവസാന നിമിഷമാണ് 4:20 ഷാർജ വിമാനം റദ്ദാക്കിയതായി അറിയിപ്പ് എത്തുന്നത്. തുടർന്ന് യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചിരുന്നു. കൂടാതെ വൈകിട്ടോടെ ജോലിയിൽ പ്രവേശിക്കണമെന്ന അന്ത്യശാസനവുമായി എയർ ഇന്ത്യ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അനാവശ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവധി എടുക്കുന്നവർക്ക് എതിരെ നടപടി ഉണ്ടാകുമെന്നും കമ്പനി അന്ത്യശാസനം നൽകി. അതോടൊപ്പം എയർ ഇന്ത്യയുടെ ഈ പ്രതിസന്ധിയിൽ യോഗം വിളിച്ച കേന്ദ്ര സർക്കാരും രംഗത്തെത്തി. ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഡൽഹിയിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്നലെ കണ്ണൂരിൽ നിന്ന് പുലർച്ചെ പുറപ്പെടേണ്ട 2 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. മസ്കറ്റ്, ദമാം വിമാനങ്ങളാണ് ഇന്നലെ സർവീസ് നിർത്തിവെച്ചത്. 300 ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് കൂട്ടത്തോടെ സിക്ക് ലീവ് എടുത്തത്. അവർ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തതിനാൽ ബന്ധപ്പെടാനും ആയില്ല. തുടർന്ന് 86 സർവീസുകളാണ് ഇന്നലെ മുടങ്ങിയിരുന്നത്. 20,000-ലേറെ യാത്രക്കാരാണ് പ്രതിസന്ധിയിൽ പെട്ടുപോയത്. കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ അപ്രതീക്ഷിത സമരം തുടരുകയാണ്. ഇപ്പോഴും കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ളവരുൾപ്പെടെ ഒട്ടേറെ പേരുടെ യാത്രകളാണ് ഇത് കാരണം മുടങ്ങിയത്. വിസ കാലാവധി തീർന്നവരും അത്യാവശ്യ യാത്രക്കാരുമാണ് നല്ലൊരു പങ്കും. യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് സർവീസ് റദ്ദാക്കിയത് അറിയുന്നത്. മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിച്ച ജീവനക്കാർ കൂട്ട അവധിയെടുത്തതിനെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിമാനങ്ങളും റദ്ദാക്കിയപ്പോൾ ഷാർജ, അബുദാബി വിമാനങ്ങളാണ് അവസാന നിമിഷം റദ്ദാക്കിയത്. നിരവധി ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ റദ്ദാക്കിയിരുന്നു. ജീവനക്കാർ കൂട്ട അവധിയെടുത്തതിനെ തുടർന്ന് 86 സർവീസുകളാണ് ഇന്നലെ മുടങ്ങിയത്. 20,000-ലേറെ യാത്രക്കാർ പ്രതിസന്ധിയിലായി. ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് ഉൾപ്പെടെയുള്ളവരുടെ ഒട്ടേറെ പേരുടെ യാത്രയാണ് ഇന്നലെ മുടങ്ങിയത്. തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കിയത്. ടാറ്റയുടെ കീഴിലുള്ള വിസ്താരയിലും സമാന സമരത്തെ തുടർന്ന് അടുത്തിടെ 150 സർവീസുകൾ മുടങ്ങിയിരുന്നു. കൂടാതെ അപ്രതീക്ഷിത നീക്കത്തെ തുടർന്ന് യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചപ്പോൾ വൈകിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള സർവീസും റദ്ദാക്കി. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 2 സർവീസുകളും മുടങ്ങി. യുഎഇയിൽ നിന്ന് തിങ്കളാഴ്ച വരെ പുറപ്പെടേണ്ട വിമാനങ്ങളും റദ്ദാക്കിയിരുന്നു. ബുക്ക് ചെയ്തവരുടെ പണം എന്ന് തിരിച്ചു നൽകുമെന്നോ യാത്ര എന്ന് പുനഃക്രമീകരിക്കുമോ എന്നുമുള്ള അറിയിപ്പ് പോലും യാത്രക്കാർക്ക് ഇതുവരെ നൽകിയിട്ടില്ല. ആഭ്യന്തരവും രാജ്യാന്തരവുമായി പ്രതിദിനം 360 സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിനുള്ളത്. ഇതിൽ പകുതിയോളം സർവീസുകൾ ഏതാനും ദിവസങ്ങൾ കൂടി മുടങ്ങും എന്നതാണ് വിവരങ്ങൾ. അവധിയെടുത്ത് പ്രതിഷേധിക്കുന്ന ജീവനക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് MD അലോക് സിംഗ് അറിയിച്ചിട്ടും ജീവനക്കാർ പ്രതികരിക്കാതിരുന്നത് നിരാശാജനകമായ കാര്യമായി തോന്നി. 100-ലേറെ ജീവനക്കാരാണ് പ്രതിഷേധിക്കുന്നത്. ഏതാനും ദിവസത്തേക്ക് വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം 90-ലേറെ സർവീസുകൾ മുടങ്ങിയപ്പോൾ ചൊവ്വാഴ്ച രാത്രി മുതൽ എത്തിയ യാത്രക്കാരോട് വിമാനം വൈകുന്നതിനുള്ള കാരണങ്ങൾ പറയാൻ തുടക്കത്തിൽ അധികൃതർ തയ്യാറായിരുന്നില്ല. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അധികൃതർ മറുപടി നൽകാതിരുന്നതും യാത്രക്കാരെ ഏറെ പ്രകോപിപ്പിച്ചു. തുടർന്ന് യാത്രക്കാർ വിമാനത്താവളത്തിൽ ബഹളം വെക്കുകയും പോലീസ്, CISF ഉദ്യോഗസ്ഥർ എന്നിവർ ഇടപെട്ടുകൊണ്ട് ടെർമിനലിലെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. യാത്ര ചെയ്യാൻ കഴിയാത്തവർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായി മടക്കി നൽകുകയോ മറ്റൊരു ദിവസത്തേക്ക് യാത്രാ തീയതി നീട്ടി നൽകുകയോ ചെയ്യും എന്നതാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.